വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, ആ സൂറത്തിന് 9 കാഫുകളുണ്ട്. 9 കാഫുകളുള്ള ആ സൂറത്ത് ഒരു നൂലെടുത്ത് ഓരോ കാഫ് ഉച്ചരിക്കുന്ന സമയത്തും അത് ഓതുമ്പോൾ ഓരോ കാഫ് ഉച്ചരിക്കുന്ന സമയത്തും ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് അത് രോഗമുള്ളവർക്ക്, പ്രത്യേകിച്ച് പനിയുള്ളവർക്കൊക്കെ അത് ഊതിയിട്ട് ഇടതു കൈയിന്റെ തോളിൽ അത് കെട്ടിയാൽ ആ രോഗം പെട്ടെന്ന് സുഖപ്പെടും, പ്രത്യേകിച്ച് പനി പെട്ടെന്ന് മാറുമെന്ന് ഇത് പരീക്ഷിച്ചിട്ട് മഹാന്മാർ അത് ഫലം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞ വളരെ പവിത്രമേറിയ ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് കാണാൻ ഇനി ഏപ്രിൽ 24 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ ബുക്കിങ്ങിന് 24-ാം തീയതി, ഏപ്രിൽ 24 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ, ഏപ്രിൽ 24 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബുക്കിങ്ങിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ തിരക്കിലും യാത്രയിലൊക്കെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ കാണുന്ന നമ്പറാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇൻശിറാഹ്, സൂറത്തുൽ ഇൻശിറാഹ് എന്ന് പറഞ്ഞാൽ സൂറത്തു ശർഹ് എന്നൊക്കെ അതിന് പേരുണ്ട്. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന ആ സൂറത്ത്, എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, ഇത് 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം ഈ സൂറത്ത് ഓതലിനെ പതിവാക്കിയാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത ഭാഗങ്ങളിലൂടെ അവന്റെ റിസ്ഖ് അല്ലാഹു നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ സൂറത്തുൽ ഇൻശിറാഹ് പതിവാക്കുക. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതലിനെ പതിവാക്കിയാലുള്ളവർക്കുള്ള നേട്ടാണ് പറഞ്ഞത്. സൂറത്തു അലം നശ്റഹ്, അലം നശ്റഹ് എന്ന് പറയുന്ന ഈ സൂറത്ത് ഒരു സ്ഫടിക പാത്രത്തിൽ എഴുതി പനിനീര് കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ എല്ലാവിധ രോഗങ്ങളും അസ്വസ്ഥതകളും നീങ്ങുന്നതും ഭയവും നടുക്കവും അകലുന്നതുമാണ്. അവന് ഭയം ഉണ്ടാവൂല, പേടി ഉണ്ടാവൂല, അവന്റെ ഉത്കണ്ഠകൾ, അവന്റെ ആശങ്കകള്, അവന്റെ ടെൻഷൻസുകള് ഇതൊക്കെ ഇല്ലാതെയായി പോകുന്നതാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയാണത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വലിയ വലിയ ഫലങ്ങളാണ്. ഹൈഫ്ലിനൊക്കെ മനപ്പാടമാക്കാനും ബൈഹാട്ട് ചെയ്യാനൊക്കെ പ്രയാസമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും, മക്കള്. ആ മക്കൾക്കൊക്കെ അവര് പഠിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഇൻശിറാഹ് എഴുതിയിട്ട്, അലം നശ്റഹ് എഴുതിയിട്ട് മായിച്ചു കുടിക്കാൻ കൊടുത്താൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് പെട്ടെന്ന് മെമ്മറി പവർ ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ്. നല്ല ഓർമ്മശക്തി ഉണ്ടാവും, പഠിച്ചതൊന്നും മറക്കൂല എന്നുള്ളതാണ്. നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാമിന്റെ കാലയളവാണെങ്കിലും അല്ലെങ്കിലൊക്കെ സ്ഥിരമായിട്ട് പഠിച്ചത് മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ലെങ്ത്, ഒരു ദൈർഘ്യമേറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ ആത്മീയമായ ചില വഴികളും ഭൗതികമായ ചില വഴികളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് മക്കൾക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൂട്ടുകൾ അതിൽ പറയുന്നുണ്ട്. ഐഹികമോ പാരത്രികമോ ആയ, നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ ഏതു സംഗതികളിലും വലിയ പ്രയാസവും നേരിടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് പെട്ടെന്ന് വുളു എടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സാധ്യമാകുന്ന അത്ര ഖുർആൻ ഓതണം. അങ്ങനെ അവനക്ക് പറ്റുന്നത്ര വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നിസ്കാരത്തിന് ശേഷം ഖിബിലയിലേക്ക് മുന്നിൽ സാധ്യമാകുന്നത്ര ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൂറത്ത് ഓതിയിട്ട് അവന് 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അവന് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച്, അക്ഷരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 125 ആണ്. 125 പ്രാവശ്യം അതിന്റെ എണ്ണം അനുസരിച്ച് സൂറത്തുൽ ഇൻശിറാഹ് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് 125 പ്രാവശ്യം ഓതുക. ശേഷം അവന്റെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാ. എന്നാൽ ആ ഒരു പറയലോടുകൂടെ അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. വേഗം നമുക്ക് പെട്ടെന്നൊരു കാര്യം നേടിയെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വുളു എടുത്ത് വരിക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവന് ഫാത്തിഹ ഏതെങ്കിലും സൂറത്ത് ഓതിയിട്ടാണല്ലോ സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ സുന്നത്ത് നിസ്കാരം
നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 125 പ്രാവശ്യം അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവന്റെ ആവശ്യം ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാനിപ്പോ ഈ അമല് ചെയ്തത് എന്റെ ഒരു വിസയുമായി ബന്ധപ്പെട്ട പ്രയാസം തീരാനുണ്ട്. ഇതിപ്പോ പ്രവാസികൾക്കൊക്കെ അവരുടെ പള്ളിയിൽ പോയിട്ടൊക്കെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാവും. നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഉമ്മ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്താല്, അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്താൽ നല്ല ഫലം ചെയ്യും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അത് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അത് കാരണമാകും. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഇൻശിറാഹിൽ 9 കാഫുകളാണ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇങ്ങനെ ഓതി നോക്കുമ്പോൾ അതിൽ 9 കാഫുകളുണ്ട്. അപ്പോ അലം നശ്റഹ് സൂറത്ത് ഓതുന്ന സമയത്ത് ആ 9 കാഫുകൾ ഉണ്ടല്ലോ, ആ 9 കാഫുകൾ എത്തുമ്പോ ഒരു നൂലെടുത്ത്, ഒരു കറുത്ത നൂലോ മറ്റൊക്കെ ഒരു നൂലെടുത്തിട്ട് ആ നൂലില് ഏത് കളർ നൂലും എടുത്തോ, എന്നിട്ട് അതില് കാഫ് എത്തുന്ന സമയത്ത് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ഓരോ കാഫ് എത്തുമ്പോൾ. എന്നിട്ട് അങ്ങനെ ആ ഒരു നൂല് പൂർണ്ണമാകുമ്പോഴേക്ക് ഏകദേശം 9 കെട്ടുകൾ ഉണ്ടാവും. കാരണം 9 കാഫുകളാണല്ലോ. ഈ നൂല് പനിയുള്ളവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരുടെ ഇടതു കൈയിന്റെ തോളിലെ കയ്യിൽ അത് കെട്ടിയാൽ ആ രോഗം അത് മാറാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ഇത് ഒരുപാട് മഹാന്മാരൊക്കെ പരീക്ഷിച്ച് അവർക്ക് ഫലം ലഭിച്ച ഒരു അമല് കൂടെയാണ്. മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ്, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, ഈ 2 സൂറത്തുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം അവനുണ്ടാവില്ല. അതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകള്, അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങളൊക്കെ ഭയപ്പെടും. അവരതിൽ വല്ല ചതിപ്രയോഗങ്ങൾ ചെയ്യും. FIR-ലൊക്കെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ അവർ കടത്തിക്കൂട്ടും. ഇങ്ങനെയുള്ള വല്ല പ്രയാസങ്ങളൊക്കെ അവന് വരികയാണെന്നുണ്ടെങ്കിൽ അവന് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല എന്ന് പറയുന്ന ആ സൂറത്ത് ഓതിയിട്ട് അവന് പ്രത്യേകം ദുആ ചെയ്താലേ അവന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കുതന്ത്രങ്ങളും അതങ്ങ് തകർന്നു പോവുകയും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ അവർ അശക്തരാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മഹാന്മാരൊക്കെ അവരുടെ മുജറബാത്തുകൾ രേഖപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ സുബഹിന്റെ സുന്നത്ത് നിസ്കാരത്തിലെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിലെ അലം നശ്റഹും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിലെ അലം തറ കൈഫ ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതുന്നതിനെ പതിവാക്കിയാൽ, എപ്പോഴെങ്കിലും ചെയ്താലല്ല, ഇത് ഓതുന്നതിനെ പതിവാക്കി കഴിഞ്ഞാൽ അവന് പൈൽസിന്റെ ബാസൂറിന്റെ അസുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ അസുഖങ്ങൾ അവന് ഷിഫയാകുന്നല്ല, ഉള്ളത് ഷിഫയായി കൊടുക്കുകയും അത് ഇല്ലാതാകുകയും ചെയ്യും, ശത്രുക്കളുടെ ഇല്ലാതാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ശത്രുക്കളുടെ ദോഷത്തിന്, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒഴിവായി പോകാനേ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പൊ സൂറത്തുൽ ഫീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അല്ല എങ്കിലും സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഫീൽ പറഞ്ഞപ്പോൾ പറയുന്നത് ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം ശത്രുവിനെതിരെ ലഭിക്കും. ആ ഒരു സൂറത്തുൽ ഫീല് ശത്രുവിന്റെ മുഖത്ത് നോക്കി പാരായണം ചെയ്തു കഴിഞ്ഞാല്, അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ വലിയ ശബ്ദത്തിലല്ലാതെ ഒരു മിതമായ രൂപത്തിൽ ഓതിക്കഴിഞ്ഞാല് ശത്രുക്കളുടെ ദോഷം ഇല്ലാതായി പോവുകയും അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് അവരെ അല്ലാഹു ആക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സൂറത്തുൽ ഇൻശിറാഹ് അലം നശ്റഹ് സൂറത്ത് കൊണ്ട് ലഭിക്കുന്ന അപാരമായ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അമലുകളൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇത് എപ്പോഴും ഇത് പ്രയോഗിക്കരുത്. ഇത്തരം പ്രയോഗങ്ങളൊക്കെ നമ്മൾ അത്തരം ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ്, ആവശ്യത്തിനനുസരിച്ച് ആ സമയത്ത് മാത്രമാണ് പ്രയോഗിക്കേണ്ടത്. അപ്പൊ അതിന് നല്ല ഫലം ഉണ്ടാകും. എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല.
പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാഉൽ ഹുസ്നയുടെ റിയാദയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. നോമ്പിന്റെ സമയത്താണ് അത് വീട്ടാൻ ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെ നോമ്പിന്റെ സമയത്ത് വീട്ടാൻ സാധിക്കുന്നവർ ആ രൂപത്തിൽ തന്നെ നോമ്പിന്റെ സമയത്ത് വീട്ടിയാൽ അതിന് നല്ല ഫലമുണ്ടാകും. ഒരുപാട് ആളുകൾ വീഡിയോയിലും മറ്റുമൊക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോസിന് താഴെ കമന്റ് എഴുതി ചോദിക്കുന്നുണ്ട്. പലരും അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടി അല്ലെ, ഇനിയും പൂർത്തിയാക്കി വീട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതതുകളൊക്കെ കിട്ടിയവര് അത് എഴുതിയിട്ട് ഓരോ വീഡിയോസിന്റെ താഴെ എഴുതിയിട്ടാല് ബാക്കിയുള്ളവർക്ക് അതതുകൾ വെച്ച് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. കഴിയുന്നവരൊക്കെ ആ രൂപത്തിൽ ചെയ്യാം. നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ താഴെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകളിലൊക്കെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വീഡിയോസിലൊക്കെ അന്ന് സംസാരിക്കുന്ന ഇസ്മിന്റെ അതതുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഇസ്മുകളുടെ അതതുകളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കിട്ടുന്ന അതതുകൾ, ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് കിട്ടുന്ന അതതുകൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ ഈ അതത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ അതതുകളും മറ്റൊക്കെ ചേർത്ത് നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ നോമ്പിന്റെ സമയത്ത് തന്നെ നോമ്പുകാരായിട്ട് അത് നോമ്പെടുക്കുന്ന രൂപത്തിൽ വ്രതമനുഷ്ഠിച്ച് അത് വീട്ടിയാൽ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. മഹാന്മാരൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടുമ്പോൾ വലിയ വലിയ റിയാദകളാ വീട്ടുക. നമുക്കിത് ചെറിയ റിയാദല്ലേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും വീട്ടുക. അപ്പൊ റമദാനിന് ശേഷം നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചോളി. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിജയം തന്നെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചതാണ്. അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലുക, അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിന്റെ ഓരോ അക്ഷര മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കിയ പ്രയോഗമനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മൾ കാരണമായിട്ട് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല് ചെയ്യാണ്. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന നൂറെ മദീനയുടെ മജ്‌ലിസിലിരുന്ന് എല്ലാ ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും. അപ്പൊ അത്തരം അമലുകളിലേക്ക് പ്രവേശിച്ചാൽ നല്ല ഫലം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്